നട്ടപ്പാതിരയ്ക്ക് ഈ ഒരുങ്ങിക്കെട്ടി പ്രവർത്തനം കാണിക്കുന്നത് സുഹൂർ കഴിക്കാൻ പോകാനാണ് കേട്ടോ. നോമ്പ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഈ സുഹൂർ കഴിക്കാൻ പോകുന്നതായിരിക്കും. കാരണം കണ്ട റീൽസ് എല്ലാം എല്ലാവരും ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയതിന് ശേഷം ഡിസ്കസ് ചെയ്ത് നമ്മൾ മോസ്റ്റ് ഓഫ് ദി ഡേ നമ്മൾ സുഹൂർ കഴിക്കാൻ പോയിരിക്കും കേട്ടോ. ഇഫ്താർ വീട്ടിൽ നിന്നായിരിക്കും, പക്ഷേ സുഹൂർ ഓഫ് കോഴ്സ് നമ്മൾ പുറത്തുനിന്ന് തന്നെയായിരിക്കും മിക്ക ദിവസങ്ങളിലും. ഇന്ന് നമ്മൾ പോയത് ഖത്തറിലുള്ള അൽ-ഒസ്ര എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഞാൻ സുഹൂർ കഴിച്ചതിൽ ഇതുവരെ ഉള്ളതിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൂർ ഇത് തന്നെയായിരുന്നു കേട്ടോ. കാരണം നല്ല ക്വാണ്ടിറ്റിയും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് വലിയ തിക്കും തിരക്കും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റും. ആദ്യം കണ്ട് ചിക്കൻ ഫ്രൈ ഒക്കെ മുക്കാൽ നമ്മൾ തന്നെയായിരുന്നു തിന്നത്. മാക്ക അടിക്കുന്നുണ്ടായിരുന്നു, എറിഞ്ഞെറിഞ്ഞായിരുന്നു തിന്നുകൊണ്ട് വരുന്നത് കേട്ടോ. 1, 2, 3, 4 റൗണ്ട് കഴിഞ്ഞതിന് ശേഷം വയറും വാടകയ്ക്ക് എടുത്ത് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. ഏറ്റവും ലാസ്റ്റ് പായസവും അതുപോലെ തന്നെ സുലൈമാനി ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് റൗണ്ടിൽ ചോറും കുറച്ച് കറികളൊക്കെ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കപ്സ റൈസ് കഴിച്ചു. ദെൻ ബ്രെഡ് ഐറ്റംസിലേക്ക് കടന്ന് ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ജീരകക്കഞ്ഞി അത് കഴിച്ചായിരുന്നു കേട്ടോ. എൻ്റെ ഫസ്റ്റ് ട്രൈ ആയിരുന്നു അത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ അതില്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ പള്ളിക്കഞ്ഞി, നോമ്പ് കഞ്ഞി എന്ന് പറയുന്ന ഒരു മസാല ടൈപ്പ് കഞ്ഞി മാത്രമേ നമ്മൾ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതും കഴിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി വീട്ടിലോട്ട് പോവാണ്. അപ്പം കണ്ട ഗൈസ് കഴിച്ചതാണിത്. ബെൻസിൻ്റെ എംബ്ലം കറങ്ങുന്നുണ്ട് ഗൈസ്. ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ? ഊഞ്ഞാലേ പാടാമോ, ഊഞ്ഞാലേ പാടാമോ, കയ്യിൽ ഒരു പിടി കഴിക്കാത്ത നെല്ലിക്ക തരുമി.